ഒരിടത്ത് മടയനും കുഴിമടിയനുമായ ഒരാളുണ്ടായിരുന്നു. വിശപ്പടക്കാൻ അയാൾ ഭിക്ഷയച്ചു വന്നു. ഒരു ദിവസം ഒരു ധനികൻ അയാൾക്ക് ഒരു കലം അരിപ്പൊടി ദാനമായി നൽകി. അയാൾക്ക് സന്തോഷമായി. അരിപ്പൊടി വീട്ടിൽ കൊണ്ടുപോയി ഉറുമ്പ് കയറാതെ ഉറിയിൽ ഭദ്രമായി സൂക്ഷിച്ചു. അന്നു രാത്രിയിൽ ഉറക്കത്തിൽ അയാൾ ഒരു സ്വപ്നം കണ്ടു. നാട്ടിലെങ്ങും ഭയങ്കരമായ ക്ഷാമമുണ്ടായി. സാധനങ്ങളുടെ വില വർദ്ധിച്ചു. അപ്പോൾ അരിപ്പൊടി വലിയ വിലക്ക് വിറ്റു. ആ പണം കൊടുത്ത് 2 ആടുകളെ വാങ്ങി. ആടുകൾ രണ്ടും പെട്ടെന്ന് പ്രസവിച്ചു. അയാൾ പാൽ കച്ചവടം ആരംഭിച്ചു. പിന്നീട് ഒരു പശുവിനെ വാങ്ങി. തുടർന്ന് ധാരാളം പശുക്കളെ വാങ്ങി. പാൽ കച്ചവടം അഭിവൃദ്ധിപ്പെട്ടതോടെ ധാരാളം പണമുണ്ടായി. അപ്പോൾ അയാൾ ഒരു നല്ല വീട് വെച്ചു. നിലവും പുരയിടങ്ങളും വാങ്ങി. നാട്ടിലെ പ്രധാന പണക്കാരനായി. പണക്കാരായ പലരും അവരുടെ പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹാലോചനകൾ നടത്തി. എല്ലാം അയാൾ ഉപേക്ഷിച്ചു. ഒടുവിൽ നാടുവാഴിയുടെ സുന്ദരിയായ പുത്രിയെ വിവാഹം കഴിച്ചു. 4-5 കുട്ടികളുണ്ടായി. നല്ല കുട്ടികൾ. അവർ വീടിന് ചുറ്റും ഓടി നടന്ന് കളിച്ചു. ഒരു ദിവസം ഊണും കഴിഞ്ഞ് ഒന്ന് മയങ്ങുമ്പോൾ കുട്ടികളുടെ ശബ്ദം കേട്ട് അസഹ്യതയോടെ ഭാര്യയെ വിളിച്ചു. ഈ കുട്ടികളോട് വെറുതെ ഇരിക്കാൻ പറയൂ. പക്ഷേ ഭാര്യയെ കണ്ടില്ല. കുട്ടികളുടെ ബഹളം നിലച്ചതുമില്ല. അയാൾക്ക് അരിശം വന്നു. അനുസരണയില്ലാത്ത ഭാര്യയെ അടിക്കാൻ തീർച്ചയാക്കി അയാൾ വടിയെടുത്തു. ഓടിയെത്തിയ ഭാര്യയെ അയാൾ കണ്ടമാനം അടിച്ചു. വടി ചുഴറ്റി അടിക്കുന്നതിനിടയിൽ മുകളിൽ ഉറിയിൽ സൂക്ഷിച്ചിരുന്ന കലം പൊട്ടി അരിപ്പൊടി അത്രയും താഴെ വീണ് ചിതറി. മുടിയിലും മുഖത്തും അരിപ്പൊടി വീണപ്പോഴാണ് അയാൾക്ക് ബോധം വീണത്. പെട്ടെന്ന് അയാൾ കണ്ണു തിരുമ്മി മുകളിലേക്ക് നോക്കി. പൊട്ടിയ കലത്തിൽ നിന്നും അരിപ്പൊടി താഴെ വീഴുന്നു. അയാൾ ആകെ വിഷമിച്ചു. ഒരു സ്വപ്നം വരുത്തി കൂട്ടിയ വിന. സ്വപ്നം സുഖിക്കാൻ കൊള്ളാം, അത് യഥാർത്ഥമല്ല. അധ്വാനിച്ചാലേ പണമുണ്ടാകൂ. അയാൾക്കത് മനസ്സിലായി. അടുത്ത ദിവസം മുതൽ അയാൾ ജോലി ചെയ്യാൻ പോയി.